നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയ സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് പരാതി നൽകി. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടി പരാതി നൽകിയത്. പരാതി നൽകിയ വിവരം ഹണി റോസ് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ കേരളത്തെ അറിയിച്ചു. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഹണി റോസ് വർഗീസ്. താങ്കൾ താങ്കളുടെ പണശക്തിയിൽ വിശ്വസിക്കൂ. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ. ഇക്കഴിഞ്ഞ ദിവസം തനിക്കെതിരെ ഒരു പ്രമുഖൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി അപമാനിക്കുന്നുവെന്ന് പറഞ്ഞ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ഇത് വലിയ വിവാദ കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. തൊട്ടുപിന്നാലെ ഹണി റോസ് ചൂണ്ടിക്കാട്ടിയ വ്യക്തി ബോബി ചെമ്മണ്ണൂരാണ് എന്ന് കൃത്യമായി കേരളത്തിന് തിരിച്ചറിഞ്ഞു. ബോബി ചെമ്മണ്ണൂർ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളും അധിക്ഷേപങ്ങളും തുടർന്ന് വലിയ ചർച്ചയായി വാർത്തകളായി നിറഞ്ഞു. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി ഉയർത്തിയ നടി ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. പിന്നീടവർ ഹണി റോസിനെ മൃഗീയമായി അധിക്ഷേപിച്ചു, പരിഹസിച്ചു, ആക്രമിച്ചു. ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടു. പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിൽ ഒരു ചടങ്ങിന് പോലും താൻ പങ്കെടുത്തില്ല എന്ന് ഹണി റോസ് പറയുന്നു. ആ സ്ഥാപനത്തിന്റെ മാനേജർ വിളിച്ചതനുസരിച്ചാണ് ഉദ്ഘാടന ചടങ്ങിൽ താൻ അവിടെ ചെന്നത്. എന്നാൽ ഏറ്റവും മ്ലേച്ഛമായ തലത്തിൽ തന്നോട് പെരുമാറി. ഇക്കാര്യം പരസ്യമായി അവിടെ വെച്ച് തന്നെ മാനേജരോട് പറഞ്ഞിരുന്നു. പിന്നീട് അയാളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമുകളിലും പങ്കെടുക്കേണ്ട എന്ന് താൻ തീരുമാനിച്ചു. എന്നാൽ പിന്നീട് മറ്റൊരു പ്രോഗ്രാമിനെത്തിയപ്പോൾ അവിടെ വേദിയിൽ ഇയാളിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തുടർന്ന് തന്നെ അധിക്ഷേപിച്ചു. പ്രതികാരമെന്നോണം സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് ഇയാൾ മനഃപൂർവ്വം വലിച്ചിഴച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിരവധി കമന്റുകൾ പറഞ്ഞു. ആദ്യം പേര് പരാമർശിക്കാതെയായിരുന്നു ഹണി റോസ് ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയത്. തന്റെ അഭിഭാഷകൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് പേര് പറയാത്തത് എന്ന് ഹണി റോസ് വിശദീകരണവും നൽകി. ഹണി റോസിന്റെ കുറിപ്പിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണമാണ് അവർ നേരിടേണ്ടി വന്നത്. ഇതിനെതിരെ ഹണി റോസ് പരാതിയുമായി പോലീസിനെ സമീപിച്ചു. തുടർന്ന് പോലീസ് വിശദമായ മൊഴി ഹണി റോസിൽ നിന്ന് രേഖപ്പെടുത്തി. ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം സ്വദേശിയായ ഷാജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൈബർ ആക്രമണങ്ങൾക്കെതിരെ നടി ഹണി റോസ് ശക്തമായ നിലപാടെടുത്തപ്പോൾ വലിയ പിന്തുണയാണ് അതിന് കേരളത്തിൽ നിന്ന് ലഭിച്ചത്. കഴിഞ്ഞ കുറേ കാലമായി സ്ത്രീകൾക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന മലീമസമായ ബോബി ചെമ്മണ്ണൂർ മൂങ്ങാങ്കുഴിയിട്ട് മുങ്ങുന്നതും നമ്മൾ കണ്ടു. ഹണി റോസിന്റെ പരാതി ഗൗരവത്തോടെ എടുക്കാൻ പോലീസ് ഉന്നതങ്ങളിൽ നിന്ന് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസിന് നിർദ്ദേശം ലഭിച്ചു. ഇന്ന് രാത്രി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. എന്നാൽ ബോബി ചെമ്മണ്ണൂർ സ്ഥലം വിട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ഓഫീസും വീടുമടക്കം ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ്. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെടുന്ന ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരെയും പോലീസ് നിരീക്ഷിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ഏതെങ്കിലും തലത്തിൽ ആക്രമണവുമായി മുന്നിട്ടിറങ്ങുന്നവരെ പ്രത്യേകം നോട്ടമിടുകയാണ് ഇപ്പോൾ സൈബർ പോലീസ്. ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ചിലർ ആക്രമണങ്ങൾ തൊടുത്തുവിട്ടത്. അതിനെതിരെയും കൃത്യമായ പ്രതികരണം അവർ നടത്തി. ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകളനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് മാത്രമാണ് ഞാൻ പോകുന്നത്. അതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. എൻ്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായതോ സർഗാത്മകമായതോ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതോ തമാശ ഉണ്ടാക്കുന്നതിലോ എനിക്ക് വിരോധമില്ല. അതിൽ പരാതിയുമില്ല. പക്ഷെ അത്തരം പരാമർശങ്ങൾക്ക്, ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണം. എന്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും. ഒരിക്കൽ കൂടി പറയുന്നു, സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിതന്മാരെ, നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കു വേണ്ടിയും ഹണി റോസ് എന്ന് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. 4 മാസം മുൻപ് നടന്ന ഒരു ഉദ്ഘാടന ചടങ്ങിനിടെ ഹണി റോസിനെ അധിക്ഷേപിച്ച ബോബി ചെമ്മണ്ണൂർ. അന്ന് ഹണി റോസിനെ പൊതുസമൂഹത്തിന് മുന്നിൽ തിരിച്ചു നിർത്തി ഇയാൾ അപമാനിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഒരു നെക്ലേസ് ഇട്ടുകൊടുത്ത് അതിൻ്റെ പേരിൽ പറഞ്ഞ ചില കമൻറ്റുകൾ, ഹണി റോസിനെ കുന്തി ദേവി എന്നൊക്കെ വിളിച്ച് ഇയാൾ പരസ്യമായി അധിക്ഷേപിച്ചു.
പിന്നീട് ഒരു ചാനൽ അഭിമുഖത്തിൽ താൻ പറഞ്ഞത് നടിയെക്കുറിച്ചാണല്ലോ വെടിയെക്കുറിച്ചല്ലല്ലോ എന്നൊക്കെ ഇയാളുടെ അധിക്ഷേപ പരിഹാസ പരാമർശങ്ങൾ. സ്ത്രീത്വത്തെ അപമാനിക്കുക മാത്രമല്ല ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ കേരളത്തെ മലീമസമാക്കുകയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ബോബി ഗ്രൂപ്പ് ഉടമ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി കൊടുത്തതോടെ ഇപ്പോൾ പോലീസും ഊരാക്കുടുക്കിലായി. എത്രയും പെട്ടെന്ന് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ലൈംഗിക ചുവയോടെ അശ്ലീല ഭാഷണത്തിനെതിരായ ഭാരതീയ ന്യായ സംഹിതയിലെ 75-ലെ 4-ാം വകുപ്പും ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെയുള്ള IT ആക്ടിലെ 67-ാം വകുപ്പ് പ്രകാരവുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹണി റോസിന്റെ ചിത്രം മോശമായ രീതിയിൽ തംബ്നെയിലായി ഉപയോഗിച്ച 20 യൂട്യൂബർമാർക്കെതിരെയും നടി പരാതി നൽകി. ഓഗസ്റ്റ് 7-ന് ബോബി ചെമ്മണ്ണൂരിന്റെ കണ്ണൂർ ആലക്കോട് ജുവല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗികാതിക്രമങ്ങളും അതിനുശേഷം അയാൾ പല വേദികളിലും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതിനുമെതിരെയാണ് ഹണി റോസിന്റെ പരാതി. ADGP മനോജ് എബ്രഹാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവരെ നടി നേരിട്ട് കണ്ട് തന്റെ പരാതി അറിയിച്ചു. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ഒരു അഭിഭാഷകനുമായും നടി ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5:30 മണിക്കാണ് സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. ഹണി റോസ് ഫേസ്ബുക്കിലിട്ട കുറിപ്പിന് താഴെ അശ്ലീലവും അപകീർത്തിപരവുമായ പരാമർശങ്ങൾ നടത്തിയ മറ്റ് 30 പേരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ്. ബോബി ചെമ്മണ്ണൂരിനെതിരെ കൃത്യമായ പരാതി നൽകി ഹണി റോസ് മുന്നോട്ട് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവിടെ തകർന്നു വീഴുന്നത് ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, അയാളുടെ വ്യവസായ കോട്ട കൂടിയാണ്. പലതും കെട്ടിപ്പടുത്തിരിക്കുന്നത് ഇത്തരം മ്ലേച്ഛ ബ്രാൻഡുകളിൽ. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് അതെപ്പോൾ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.